കൃപാസന മാതാവിനും ഈശോയ്ക്കും വളരെ നന്ദി പറയുന്നു, എന്നെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കിയതിന്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 2023 ജനുവരിയിലാണ്. എൻ്റെ ചാച്ചന് ഒരു അറ്റാക്ക് വന്നതിലൂടെയാണ് ഞാൻ ഉടമ്പടിയിലേക്ക് കടന്നു വന്നത്. ഞാൻ എൻ്റെ ആദ്യത്തെ ഡെലിവറിക്ക് ശേഷം ഒരു 8 മാസത്തോളം ജോലിയൊന്നും ഇല്ലാതെ ഇരുന്നിരുന്നു. ഞാൻ ബിഫാം കഴിഞ്ഞ് ഫാർമസിസ്റ്റായിട്ട് ഒരു റീറ്റെയിൽ ഫാർമസിയിൽ വർക്ക് ചെയ്യുമായിരുന്നു. അതിനുശേഷം അവിടുന്ന് റിസൈൻ ചെയ്തു. ജോലിയൊന്നുമില്ലാതെ വളരെ ബുദ്ധിമുട്ട് നിൽക്കുമായിരുന്നു. ഈ 8 മാസത്തിനിടയിൽ ഞാൻ ഒരുപാട് CV ഒക്കെ മെയിലിലൂടെ അയച്ചു, ഒരു റിപ്ലൈയും വന്നില്ല. അതിനുശേഷം പിന്നെ ഒരുപാട് സ്ഥലത്ത് നടന്ന് CV കൊടുത്തു, എന്നിട്ട് എവിടുന്ന് എന്നെ വിളിച്ചില്ല. അങ്ങനെ ഞാൻ ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു, ഞാനിവിടെ വന്നിട്ട് എനിക്കൊരു ജോലി, നല്ലൊരു ജോലി കിട്ടുമായിരുന്നെങ്കിൽ സാക്ഷ്യം പറയുമെന്ന്. അങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് എന്നെ വിളിച്ചു. ജനുവരി 20-ാം തീയതി ആയിരുന്നു അതിൻ്റെ ഇൻ്റർവ്യൂ. ഞാൻ അവിടെ ചെന്നു കഴിഞ്ഞപ്പോഴത്തേനും അവിടെ 10-25 ആൾക്കാർ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് നല്ല ടെൻഷനായി, കാരണം ആകെ എന്നെ ആ ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചുള്ളൂ. അവിടെ എനിക്ക് കിട്ടിയില്ലെങ്കിൽ എനിക്ക് വളരെയധികം സങ്കടമായിരുന്നു. അങ്ങനെ ഇൻ്റർവ്യൂ നടന്നുകൊണ്ടിരുന്നു. ഞാൻ അവിടെ നിന്ന് പരിചയപ്പെട്ട 2 പേരുണ്ടായിരുന്നു. അതിൽ ഒരാളുടെ ഇൻ്റർവ്യൂ വിളിച്ചു. ആളുടെ ഇൻ്റർവ്യൂ കഴിഞ്ഞു. ആൾ യാത്ര പറയാൻ വേണ്ടി ഞങ്ങളുടെ അടുത്ത് വന്നു. ആ സമയത്ത് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന വിശ്വാസ പ്രമാണം ചൊല്ലി അവിടെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പം ഞങ്ങളോട് യാത്ര പറയാൻ വേണ്ടി വന്നപ്പോൾ ഞങ്ങൾ വെറുതെ ചോദിച്ചു, ഇങ്ങനെ ഏതൊക്കെ കാറ്റഗറിയിലുള്ള ക്വസ്റ്റ്യൻസാണ് അവർ ചോദിക്കുന്നതെന്ന്. അപ്പോൾ ഇന്ന കാറ്റഗറിയിലുള്ളതാണെന്ന് പറഞ്ഞിട്ട് പോയി. അതിനുശേഷം ഞങ്ങൾ അവിടെ ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ അണ്ടറിലുള്ള ആ കാറ്റഗറിയിൽ അണ്ടറിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഞങ്ങൾ നോക്കി, ജസ്റ്റ് ഒന്ന് നോക്കിയതേ ഉള്ളൂ. അതിനുശേഷം എന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ചു. ഇൻ്റർവ്യൂവിന് കയറി കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ നല്ല ടെൻഷനിലാണ് കയറിയത്. ഇൻ്റർവ്യൂവർ എന്നെ അവിടെ ഇരിക്കാൻ പറഞ്ഞു. അതിനുശേഷം എന്നോട് ക്വസ്റ്റ്യൻസ് ചോദിച്ചു. ഞാൻ പഠിച്ച ആ കാറ്റഗറിയിലുള്ള അണ്ടറിലുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ആളെന്നോട് ചോദിച്ചുള്ളൂ. പിന്നെ എന്നോട് എല്ലാം ചോദിച്ചത് എൻ്റെ ഫാമിലി മാറ്റേഴ്സൊക്കെ ആയിരുന്നു. അങ്ങനെ ഇൻ്റർവ്യൂ ഒക്കെ പെട്ടെന്ന് കഴിഞ്ഞു. എനിക്ക് അതിനുശേഷം എനിക്ക് പിന്നെ ടെൻഷനൊന്നും തോന്നിയിട്ടില്ല, കാരണം മാതാവ് നോക്കിക്കൊള്ളൂ എന്നുള്ള എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വീട്ടിൽ ചെന്നു. 2 ആഴ്ച കഴിഞ്ഞു, 3 ആഴ്ച കഴിഞ്ഞു, അവരെന്നെ വിളിക്കുന്നില്ല. അപ്പോഴാണ് ഞാൻ സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ച് അറിഞ്ഞത്. അപ്പോൾ ഞാനൊരു ഫെബ്രുവരി 15 ഡേറ്റ് വെച്ചിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി തുടങ്ങി. മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണെന്നുള്ള വചനം ഞാൻ 30 പ്രാവശ്യം എല്ലാ ദിവസവും എഴുതി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി, സാക്ഷ്യങ്ങൾ കേട്ടു, അത് ഷെയർ ചെയ്തു. എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകാൻ വേണ്ടി പറ്റാത്ത കാരണം ഓൺലൈനിൽ കുർബാനയെല്ലാം അറ്റൻഡ് ചെയ്തു. ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ കറക്റ്റ് ഫെബ്രുവരി 15-ാം തീയതി ആയപ്പോഴത്തേനും എനിക്ക് മെയിൽ കിട്ടി. എനിക്ക് അവരെ ഓഫർ ലെറ്റർ അയച്ചു തന്നു. അതിലും ഒരു ദൈവാനുഗ്രഹം ഉണ്ടായിരുന്നു, കാരണം ഞാൻ ബിഫാം കഴിഞ്ഞതാണ്. ആ ഹോസ്പിറ്റലിൽ IP ഫാർമസിയിൽ കിട്ടണമെങ്കിൽ ഒന്നെങ്കിൽ ഫാം D അല്ലെങ്കിൽ MFAM ഒക്കെ കഴിയുന്ന ഒരാൾക്ക് മാത്രമേ അവിടെ കിട്ടുള്ളൂ. പരിശുദ്ധ മാതാവിൻ്റെ മാധ്യസ്ഥ അവിടെ അത്ഭുതം പ്രവർത്തിച്ചു. എനിക്ക് IP ഫാർമസിയിൽ ജോലി കിട്ടി. അങ്ങനെ മാതാവ് അത്രയും വലിയ അനുഗ്രഹം തന്നിട്ട് എന്നെ അനുഗ്രഹിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾക്ക് വീട് മാറേണ്ട ഒരു സാഹചര്യം വന്നു. എൻ്റെ ഹോസ്പിറ്റലിൻ്റെ അടുത്തേക്ക് വീട് നോക്കാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ ഹസ്ബൻഡ് 1-2 മാസമായിട്ട് ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവിടേക്ക് വീടൊന്നും കിട്ടുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഇറങ്ങേണ്ട ദിവസം ഉച്ചയായി, വീട് കിട്ടിയിട്ടില്ല. വൈകിട്ടായി. ഞങ്ങൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങാനുള്ള അവസ്ഥയായപ്പോഴത്തേനും ഞങ്ങളവിടെ ഉപ്പിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി, പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി, മാതാവിനോട് പ്രാർത്ഥിച്ചു. 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേനും ഹസ്ബൻഡ് വിളിച്ചു പറഞ്ഞു വീടായെന്ന്. 3 റൂമും 2 ബാത്റൂമും ഒക്കെയുള്ള ഒരു ഫ്ലാറ്റ് ഞങ്ങൾക്ക് മാതാവിൻ്റെ മാധ്യസ്ഥം വഴി അനുഗ്രഹിച്ചു തന്നു. അതിനുശേഷം ഞങ്ങൾ അങ്ങോട്ടേക്ക് മാറി. അപ്പോഴേക്കും എൻ്റെ കുഞ്ഞിൻ്റെ ഡെലിവറി കഴിഞ്ഞ് എൻ്റെ അമ്മ അവിടെ നോക്കാൻ വേണ്ടി വന്നിരുന്നു. അപ്പോൾ അമ്മയാണ് എനിക്ക് ഈ ഉപ്പും തൈലവും ഒക്കെ കൊണ്ടുവന്ന് തന്നത്. ഞങ്ങളുടെ ആൻറ്റി ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു, അതുവഴിയിട്ടാണ് അമ്മയ്ക്ക് ഈ ഉടമ്പടി ഉപ്പും തൈലവും കിട്ടിയത്. അതാണ് എനിക്ക് കൊണ്ടുവന്ന് തന്നത് കുറച്ച്. അങ്ങനെ അമ്മ പോകാനായി കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾക്ക് ഒരു ആയനെ തപ്പേണ്ടി വന്നു.
കുഞ്ഞിനെ നോക്കാൻ വേണ്ടി. കാരണം ഞാനും ഹസ്ബൻഡും ഡ്യൂട്ടിക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഹസ്ബൻഡ് നേഴ്സാണ്, ആളും ഡ്യൂട്ടിക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞിനെ നോക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ അബുദാബിയിലാണ് താമസിക്കുന്നത്. അപ്പം അവിടെ ഡേ കെയർ ഉണ്ട്, പക്ഷേ ചെറിയ കുഞ്ഞാണ്, 6 മാസമായിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവിടെ വിടാൻ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് ഞങ്ങൾ അയ്യനെ നോക്കുമായിരുന്നു. അങ്ങനെ ഞാനും മമ്മിയും ഇങ്ങനെ അന്ന് മുഴുവനും ഞങ്ങളിരുന്ന് പ്രാർത്ഥിച്ചു. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹസ്ബൻഡ് അന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോഴത്തേനും ഞങ്ങൾക്കൊരു നമ്പർ തന്നു. ആ നമ്പറിൽ ഞങ്ങൾ ഒരു ചേച്ചീനെ കോൺടാക്റ്റ് ചെയ്തു. ഞങ്ങൾക്ക് ആ ചേച്ചിയായിട്ട് യാതൊരു ബന്ധവുമില്ല, ഞങ്ങൾ വെറുതെ വിളിക്കുകയാണ് ആ ചേച്ചീനെ. അങ്ങനെ ആ ചേച്ചീനെ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ആ ചേച്ചി ഞങ്ങളോട് വരാമെന്ന് സമ്മതിച്ചു. ഞങ്ങളോട് പ്രത്യേകിച്ച് ഒരു ഡിമാൻഡും പറഞ്ഞില്ല. ആ ആൾ മമ്മി പോയതിൻ്റെ പിറ്റേ ദിവസം തന്നെ ആ ആൾ ഞങ്ങൾക്ക് വരികയും ഇപ്പം എൻ്റെ 2ാമത്തെ കുഞ്ഞുമായി. ഇപ്പോഴും ആ ചേച്ചി തന്നെയാണ് വീട്ടിൽ ഞങ്ങളെ നോക്കുന്നത്. എൻ്റെ ഹസ്ബൻഡ് ജോലി ചെയ്യുന്ന സ്ഥലത്ത് അവർ കൊറോണ ടൈമിൽ ഒരുപാട് നേഴ്സിനെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അവരുടെ ഡിപ്പാർട്ട്മെൻറ്റ് ലോങ് ടൈം കെയർ ആണ്. അപ്പോൾ അവിടെ ഒരുപാട് നേഴ്സ് കൂടുതലാണ്, അതായത് പേഷ്യൻസിനനുസരിച്ച് അവിടെ നേഴ്സുമാർ കൂടുതലാണെന്ന് പറഞ്ഞിട്ട് അവിടെയുള്ള ഡിപ്പാർട്ട്മെൻറ്റിലെ നേഴ്സിനെയൊക്കെ വേറെ വേറെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വിട്ടു, വേറെ വേറെ ഹോസ്പിറ്റലിലേക്ക് വിട്ടു, അവരുടെ തന്നെ ബ്രാഞ്ചിൽ. അപ്പം എൻ്റെ ഹസ്ബൻഡിനെയും വേറെ ഒരു ബ്രാഞ്ചിലേക്ക് വിട്ടു. അവിടെ ആളൊട്ടും കംഫർട്ടായിരുന്നില്ല, ഒരുപാട് ദൂരം ഉണ്ടായിരുന്നു യാത്ര ചെയ്യാൻ. അങ്ങനെ ഞങ്ങൾ സാക്ഷ്യങ്ങൾ കേട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ ആളെ മാത്രം അവരുടെ ഇൻചാർജ് ഇടപെട്ട് പഴയ സ്ഥലത്ത് തന്നെ കൊണ്ടുവന്നു. ബാക്കി ആരെയും തിരിച്ചു കൊണ്ടുവന്നില്ല, ആളെ മാത്രം അങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. ഞാൻ ഈ ഓൺലൈൻ ഉടമ്പടിയിൽ ആയിരിക്കുന്ന സമയത്ത് തന്നെയായിരുന്നു എൻ്റെ 2ാമത്തെ കുഞ്ഞിൻ്റെ ഡെലിവറി. അവിടെ ശരിക്കും ഇൻഷുറൻസിൻ്റെ അണ്ടറിലാണ് മെഡിസിൻ തരുന്നതും സർജറീസും ഡെലിവറിയൊക്കെ നടക്കുന്നത്. ആ സമയത്ത് അതുവരെ ഉണ്ടായിരുന്ന ഇൻഷുറൻസ്, ഞാൻ ആ ഡെലിവറി അവിടെ അഡ്മിറ്റായി ഞാൻ ട്രിപ്പിട്ട് കിടക്കുന്ന ആ സമയത്ത് അവർ പറയാണ് ഇൻഷുറൻസ് റിജക്റ്റായെന്ന്. ശരിക്കും ആ സമയത്ത് ടെൻഷനെ പറഞ്ഞറിയിക്കാൻ വേണ്ടി പറ്റാത്തതായിരുന്നു. പക്ഷേ എനിക്ക് ആ സമയത്ത് പേടിയൊന്നും തോന്നിയില്ല. കാരണം ഞാൻ ഉടമ്പടി തൈല ഉപ്പുമൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ ആ ഉപ്പിട്ട് അവിടെ പ്രാർത്ഥിച്ചു, പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി, വിശ്വാസ പ്രമാണം ചൊല്ലി അവിടെ പ്രാർത്ഥിച്ചു. അങ്ങനെ രാവിലെ ഒരു 10 മണിക്ക് ഞാൻ അഡ്മിറ്റ് ആയതാണ്. ഉച്ചയായിട്ടും അത് ശരിയായിട്ടുണ്ടായിരുന്നില്ല. ഹോസ്പിറ്റലിലേക്ക് വിളിച്ചു ചോദിച്ചു, അവർ ഒന്നും നടപടിയായിട്ടില്ല, അവർക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റത്തില്ലെന്ന് പറഞ്ഞു. പക്ഷേ ഉച്ച കഴിഞ്ഞൊരു 2 മണിയൊക്കെ ആയപ്പോഴത്തേനും എങ്ങനെയാണെന്നറിയത്തില്ല, റിജക്ഷനൊക്കെ മാറ്റി അത് അപ്രൂവലായിട്ട് മാറി. അങ്ങനെ മാതാവ് അവിടെ ഞങ്ങളെ അനുഗ്രഹിച്ചു. ഇത്രയും അനുഗ്രഹം തന്ന ഈശോയ്ക്കും കൃപാസന മാതാവിനും നന്ദി പറയുന്നു. കാരുണ്യപ്രവൃത്തിയായിട്ട് ഞങ്ങൾ ചെയ്യാറെന്ന് പറയുന്നത്, ഞങ്ങളുടെ ചെറുപുഴയിൽ അവിടെ വൃദ്ധസദനമുണ്ട്. ഞങ്ങളവിടെ എല്ലാ പ്രാവശ്യവും ഫുഡ് വാങ്ങിച്ച് നൽകാറുണ്ട് അവിടുത്തെ ആൾക്കാർക്ക്. പിന്നെ അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവിടുത്തെ സിസ്റ്റേഴ്സിനെ ചോദിച്ചിട്ട് അത് വാങ്ങി നൽകാറുണ്ട്. പിന്നെ ഞങ്ങൾ അബുദാബിയിൽ വർക്ക് ചെയ്യുന്നത് കാരണം ഞങ്ങളുടെ നാട്ടിൽ നിന്ന് വരുന്ന ഒരുപാട് പേര് ഞങ്ങളോട് അവിടെ വിസിറ്റിംഗ് വിസ വന്നതിന് ശേഷം ജോലി കണ്ടെത്തി തരാമോയെന്ന് ചോദിക്കുന്നുണ്ട്. അവരെല്ലാം ഞങ്ങൾ അവിടുന്ന് സഹായിക്കാറുണ്ട്. ജോലി കിട്ടുന്നിടം വരെ ഞങ്ങൾ അവർക്ക് എവിടേക്കെങ്കിലും യാത്ര ചെയ്യാനുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും സഹായം ഉണ്ടെങ്കിലോ ഞങ്ങൾ സഹായിക്കാറുണ്ട്. പിന്നെ സാക്ഷ്യങ്ങൾ കേൾക്കും, അത് ഷെയർ ചെയ്യും. അച്ഛൻ്റെ ടോക്സ് കേൾക്കും, അത് ഷെയർ ചെയ്യാറുണ്ട്. പിന്നെ ഇപ്പോൾ കുറച്ചായി ഉടമ്പടിയിൽ നിന്ന് ഓൺലൈൻ ഉടമ്പടി ആയതുകൊണ്ട് കുറച്ച് ദൈവത്തിൽ നിന്ന് അകന്നു എന്ന് തോന്നിയപ്പോഴാണ് ഇപ്പോൾ തിരിച്ച് പിന്നെയും വന്ന് തീർത്ഥാടന ഉടമ്പടി ചെയ്ത് സാക്ഷ്യം പറയണമെങ്കിലും തീർത്ഥാടന ഉടമ്പടി ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് തീർത്ഥാടന ഉടമ്പടി ചെയ്ത് ഇനിയും ഈശോയുടെ മാതാവിനോടും കൂടെ ചേർന്ന് ജീവിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മാതാവിനുള്ള അനുഗ്രഹം എനിക്ക് തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ജെറമിയ 31:9 കണ്ണീരോടെയാണ് അവർ വരുന്നത്, എന്നാൽ ഞാനവരെ ആശ്വസിപ്പിച്ച് നയിക്കും, ഞാനവരെ നീരൊഴുക്കുകളിലേക്ക് നയിക്കും, അവരുടെ വഴി സുഗമമായിരിക്കും, അവർക്ക് കാലിടറുകയില്ല. ക്രിസ്റ്റീന വർഗീസ് എന്ന ഈ മകൾ തൻ്റെ ഓൺലൈൻ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച അനുഗ്രഹങ്ങളെയാണ് അമ്മയുടെ തിരുനടയിൽ സാക്ഷ്യപ്പെടുത്തിയത്. മകൾ ആദ്യം വിദേശത്ത് ജോലിക്ക് വേണ്ടി ഏറെ വർഷങ്ങളുടെ ഗ്യാപ്പിന് ശേഷം ആഗ്രഹിച്ച് പരിശ്രമിച്ച നാളുകളെക്കുറിച്ചാണ് ആദ്യം സൂചിപ്പിച്ചത്. ഓൺലൈൻ ഉടമ്പടി എടുത്ത് ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ ഒരിടത്ത് മകൾക്ക് ഫാർമസിയിലേക്കുള്ള ഇൻ്റർവ്യൂ വരികയും മകളുടെ ക്വാളിഫിക്കേഷൻ അതീതമായി
മികച്ച ജോലി മകൾക്ക് ലഭിച്ചതിനെയാണ് ആദ്യം സാക്ഷ്യപ്പെടുത്തിയത്. സാധാരണ ബിഫാം ഉണ്ടെങ്കിൽ OP ഫാർമസിസ്റ്റായിട്ടാണ് ജോലി അവിടെ കൊടുക്കാറുള്ളത്. ഫാം ഡിയോ MFാമോ ഒക്കെ ഉള്ളവരാണ് IP ഫാർമസിസ്റ്റായിട്ട് ജോലി ലഭിക്കുക. മകളതാണ് സാക്ഷ്യപ്പെടുത്തിയത്. ഞാൻ പോലും വിചാരിക്കാതിരുന്ന IP ഫാർമസിസ്റ്റായിട്ട് എൻ്റെ അമ്മ മാതാവ് എനിക്ക് ജോലി നൽകി എന്നെ അവിടെ സുരക്ഷിതയാക്കി. രണ്ടാമത്തത്, ഒരു വീടിന് വേണ്ടി ആഗ്രഹിച്ച വീട് ഉള്ളത് മാറി മറ്റൊന്ന് കണ്ടെത്തുവാൻ വേണ്ടി പരിശ്രമിച്ചിരുന്ന നാളുകളിൽ അവസാന ദിവസം അവസാന മണിക്കൂർ എത്തിയിട്ടും ഒരു വീട് കണ്ടെത്താനാവാതെ വിഷമിക്കുമ്പോൾ അമ്മയുടെ ഉടമ്പടിയുപ്പ് വിതറി പ്രാർത്ഥിക്കുകയും അമ്മ മാതാവ് വഴിയൊരുക്കുവാൻ വേണ്ടി ആഗ്രഹിച്ച് കാത്തിരിക്കുകയും ചെയ്യുമ്പോൾ ആ വീട് മാറേണ്ട ദിവസം ആ സന്ധ്യയോട് അടുക്കുന്ന സമയത്ത് പുതിയ വീട് കണ്ടെത്തി കൂടുതൽ സൗകര്യപ്രദമായ വീട്ടിലേക്ക് മാറുവാൻ അമ്മ മാതാവ് സഹായിച്ചു. പുതിയ വഴികൾ തുറന്നു കൊടുത്ത് ഭാരങ്ങൾ ലഘൂകരിച്ച് ജീവിതത്തെ കൂടുതൽ സുഗമമാക്കി എന്ന് മകൾ സൂചിപ്പിക്കുകയാണ്. മറ്റൊന്ന്, ജീവിത പങ്കാളിക്ക് പെട്ടെന്നുണ്ടായ ഒരു സ്ഥലമാറ്റം, അത് വീടിൻ്റെ താളം തെറ്റുന്ന രീതിയിലേക്ക് മാറുമ്പോൾ തിരികെ ആ വ്യക്തിയെ മാത്രം അമ്മ മാതാവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നതിലൂടെ തിരികെ കൊണ്ടുവന്നതിനെയാണ് മകൾ സാക്ഷ്യപ്പെടുത്തിയത്. പിന്നെ കുഞ്ഞുങ്ങൾ രണ്ടുപേരുടെയും പ്രസവ സമയത്ത് നോക്കുവാനൊരാൾ വേണമെന്നും അതൊരാളെ ആ നാളുകളിൽ അന്വേഷിക്കുമ്പോൾ ആഗ്രഹിച്ചതുപോലെ ഒരാളെ കുടുംബത്തിലേക്ക് അമ്മ മാതാവ് നൽകിയതിനെയാണ് മറ്റൊന്ന് സാക്ഷ്യപ്പെടുത്തിയത്. പിന്നെ സെക്കൻഡ് ഡെലിവറിയുടെ സമയത്ത് ആശുപത്രിയിൽ അഡ്മിറ്റായി ആ അവസാന നിമിഷങ്ങളിൽ ഇൻഷുറൻസ് റിജക്റ്റഡായി എന്ന ഒരു സന്ദേശം വരികയും അതേറെ ആകുലതയ്ക്ക് കാരണമാകുമെന്ന് കരുതുമ്പോൾ അമ്മ മാതാവിൻ്റെ സംരക്ഷണയിൽ ആ വേദന കൊണ്ട് പുളയുന്ന നിമിഷങ്ങളിൽ അമ്മയ്ക്കത് ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ആ റിജക്ഷനായ കാര്യങ്ങൾ പരിഹരിച്ചുകൊണ്ട് മുഴുവൻ കവറേജ് കിട്ടിയതിനെയാണ് മകളെ സാക്ഷ്യപ്പെടുത്തിയത്. പ്രിയമുള്ളവരെ, ഉടമ്പടി പ്രതിസന്ധിയുടെ നാളുകളിൽ നമുക്കുള്ള ഉറച്ച ദൈവശരണത്തിൻ്റെ ദൈവാനുഗ്രഹത്തിൻ്റെ ഇടപെടലാണ്. നമ്മൾ എത്ര കണ്ട് ക്ലേശിക്കുന്നുവോ സങ്കടപ്പെടുന്നുവോ മറ്റൊരു സാധ്യതയില്ലാതെ കുഴയുന്നുവോ ആ അവസരങ്ങളിലൊക്കെയും ഉടമ്പടിയിലൂടെ അമ്മ മാതാവ് നമ്മളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ജീവിതത്തെ കരുതുകയും സംരക്ഷിക്കുകയും ചെയ്യും. അത് ജോലിയാവട്ടെ, രോഗത്തിൻ്റെ സൗഖ്യമാവട്ടെ, പരീക്ഷയുടെ വിജയമാവട്ടെ, കുടുംബത്തിൻ്റെ സമാധാനമാവട്ടെ, ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലിടങ്ങളിൽ വരുമാനത്തിൻ്റെ വർധനവാവട്ടെ, ഏതെങ്കിലും പ്രത്യേകമായൊരു സ്കില്ല് നേടുവാൻ വേണ്ടിയുള്ള പരിശ്രമമാവട്ടെ, അമ്മയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന വിധത്തിൽ തിരുക്കുമാരൻ്റെ സംരക്ഷണവും സഹായവും നൽകി നമ്മുടെ ജീവിതത്തെ കൂടുതൽ ബലവത്താക്കുവാൻ, ഭാരം കുറയ്ക്കുവാൻ, ശുഭകരമാക്കുവാൻ, സന്തോഷത്തോടു കൂടി ജീവിതം മുന്നോട്ട് നയിക്കുവാനുള്ള വഴികൾ തുറന്നു തരുവാൻ അമ്മയ്ക്ക് എപ്പോഴും സന്തോഷമേ ഉള്ളൂ. ഉടമ്പടി എളിമയിൽ ജീവിക്കുക, ഉടമ്പടിയിൽ വിശുദ്ധിയിൽ ജീവിക്കുക, ഉടമ്പടിയോട് നാം ജീവിതം കൊണ്ട് ഒരു സന്മനസ് വിശ്വസ്തത പുലർത്തുമെങ്കിൽ നമ്മുടെ ഏതൊരു ജീവിത വിഷയത്തിന്മേലും ദൈവം അനുഗ്രഹത്തിൻ്റെ കരം വിരിക്കുന്നത് അനുഭവിക്കുവാനാവും. അതിൻ്റെ സാക്ഷ്യമാണ് ഈ മകൾ ഈ അൾത്താരയിൽ പങ്കുവെച്ചത്. ഈ മകൾക്കും കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.